എല്ലാവർക്കും നമസ്കാരം. സീന കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു അനുഭവം അയച്ചു വന്നിട്ടുണ്ട്. വേഗം കേൾക്കാട്ടോ. സാർ, എൻ്റെ ഒരു കൃഷ്ണാനുഭവം സാർ ഇതിനു മുമ്പേ വായിച്ചിരുന്നു കേട്ടോ. സാർ അത് വായിച്ചു കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എൻ്റെ ചേച്ചിക്കുണ്ടായ ഒരു നല്ല അനുഭവം കൂടി പറയണമെന്ന് ഭഗവാൻ തോന്നിപ്പിച്ചു. ചേച്ചിയുടെ പേര് ശ്രീലേഖ എന്നാണ്. ചേച്ചി എല്ലാ മാസവും അവിടെയുള്ള മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവുകയായിരുന്നു കേട്ടോ. ഒരു ബസ് കയറി വേണം പോകാൻ. ഒരു ദിവസം ഭഗവാനെ കണ്ട് തിരിച്ചു വരുമ്പോൾ വണ്ടിക്കൂലിക്ക് പൈസ തികയില്ല. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. നടക്കാനാണെങ്കിൽ കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഭഗവാനെ വിളിച്ചു. ഇനി എന്ത് ചെയ്യും? നടക്കാനല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് കരുതി കുറച്ച് മുന്നോട്ട് നടന്നു കേട്ടോ. പെട്ടെന്ന് കറുത്ത ആക്റ്റീവയിൽ ഒരു സുന്ദരനായ പയ്യൻ വന്നു. അമ്മ കയറൂ, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. ചേച്ചി പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ മോൻ ആരാണ്, എൻ്റെ മോൻ കൂട്ടുകാരനാണോ എന്നൊക്കെ ചോദിച്ചെങ്കിലും പയ്യൻ വ്യക്തമായ ഒന്നും മറുപടി പറഞ്ഞില്ല. അമ്മ കയറൂ എന്ന് മാത്രം പറഞ്ഞു. ചേച്ചി വണ്ടിയിൽ അങ്ങ് കയറുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ചേച്ചിക്ക് അറിയില്ല. വരുന്ന വഴി മുഴുവൻ ചേച്ചി ചോദിച്ചുകൊണ്ടിരുന്നു, മക്കളെ അറിയുമോ എന്നൊക്കെ. പക്ഷേ അതിനുള്ള മറുപടിയായി അമ്മയ്ക്ക് പോകേണ്ടത് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു കൊടുത്ത വഴി വന്നു. ആ പറഞ്ഞു കൊടുത്ത വഴി വന്നു കേട്ടോ. വീടിൻ്റെ മുൻപിലുള്ള ജംഗ്ഷൻ എത്തിയപ്പോൾ ഇവിടെ മതി എന്ന് ചേച്ചി പറഞ്ഞു. ഇവിടെയാണോ എന്ന് ചോദിച്ച് വണ്ടി നിർത്തി. പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ ബ്രദർ അതുവഴി വണ്ടിയിൽ വന്നു. ചേച്ചി അതിൽ കയറി വീട്ടിലെത്തി. ഒരു ബുദ്ധിമുട്ടില്ലാതെ ഭഗവാൻ വീട്ടിലെത്തിച്ചു. അതാണ് ശരി. ചേച്ചി പറഞ്ഞത് ആ പയ്യൻ എന്തോ ഒരു തേജസ്സുള്ളതുപോലെ ആയിരുന്നു. അത് ഭഗവാൻ അല്ലാതെ മറ്റാരാണ്? ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അങ്ങനെ കയറുന്ന ഒരു റിസ്ക് കൂടിയാണ്. പക്ഷേ ചില സമയത്തില്ലേ നമുക്ക് നമ്മളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വരും. അത് ഭഗവാന്റെ സാന്നിധ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, കാണുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിഷമിച്ച് നിൽക്കുമ്പം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ഇതൊരു നല്ല അനുഭവം തന്നെയാണ്. റിസ്ക് എന്ന് പറയുന്നത് ഈ കാലത്ത് നമ്മൾ ചില സമയത്തൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ആരുടെ കൂടെയാണ് കയറുന്നത്, എങ്ങനെയാണ് കയറുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം പക്ഷേ അമ്മയ്ക്ക് ഇതൊരു സഹായമായി. ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത്, ഞാൻ പാലക്കാടാണെന്ന് തോന്നുന്നു, പാലക്കാട് ഉച്ചയ്ക്ക് വെയിലത്ത് ഒരു റോഡിൻ്റെ നടുക്ക് വിട്ടുപോയി. എനിക്കാണെങ്കിൽ 1 കിലോമീറ്റർ പോയാലേ റെയിൽവേ സ്റ്റേഷനിലെത്തുള്ളൂ. ഒരു വണ്ടി വരുന്നില്ല. പെട്ടെന്നുണ്ട് ഒരു വണ്ടി എൻ്റെ അടുത്ത് വന്ന് കൊണ്ടു നിർത്തിയിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കയറി. ഒരു പയ്യനാണേ. കയറി എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ചാക്കി. ഞാൻ പേര് ചോദിച്ചു. പേര് ഗോവിന്ദ് എന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. പിന്നെയാണ് ഞാൻ ഞെട്ടിയത്. ഗോവിന്ദ് എൻ്റെ മകൻ്റെ പേര് കൂടിയാണല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് അനുഭവം. ഈ അമ്മ പറഞ്ഞ അനുഭവം അതുമായിട്ട് ഞാൻ സങ്കല്പിച്ചപ്പോൾ എനിക്ക് അത് വളരെ സന്തോഷമായി. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കൃഷ്ണവിഗ്രഹങ്ങൾ നമ്മൾ കഴിയുന്ന ദിവസമൊക്കെ സമ്മാനം നൽകുന്നുണ്ട്. ഹരേ കൃഷ്ണ.